ഇന്നത്തെ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മളെ റെസിപ്പി ഓണം സ്പെഷ്യലായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ ശരി, നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ ഇതുണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ 4 മീഡിയം സൈസിലുള്ള നേന്ത്രപ്പഴം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു വലുപ്പത്തിൽ വേണം നമ്മൾ ഇതുപോലെ നേന്ത്രപ്പഴം കട്ട് ചെയ്തെടുക്കാൻ. അതുപോലെ തന്നെ നമ്മൾ ഇതിലേക്ക് നേന്ത്രപ്പഴം എടുക്കുന്ന സമയത്ത് ഒരുപാട് അങ്ങ് പഴുത്തു പോയ പഴം എടുക്കാൻ പാടില്ല. ഒരു മീഡിയം സൈസിൽ പഴുത്ത പഴമായിരിക്കണം നമ്മൾ ഇതിലേക്ക് എടുക്കേണ്ടത്. ഇനി ഇത് നമുക്കിതുപോലെ ഒരു അടികട്ടിയുള്ള പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് 250 കപ്പിന് തന്നെ 1 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്തിട്ട് ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ഇനി ഇതുപോലെ നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇതിൻ്റെ കളറൊന്ന് മാറി വരും. ഈ സമയത്ത് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ എല്ലാ പഴവും നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമുക്കിനി ഇത് അടച്ചു വെച്ച് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുക്കാം. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് വേണ്ട ശർക്കരപ്പാനി ഒന്ന് റെഡിയാക്കിയെടുക്കാം. അതിനുവേണ്ടി ഇതാ മറ്റൊരു അടുപ്പിലേക്ക് ഞാൻ 3 അച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ട് തന്നെ നമുക്കൊന്ന് ഉരുക്കിയെടുക്കണം. അങ്ങനെ ഇപ്പോൾ ഇതാ നമ്മൾ ശർക്കരയെല്ലാം നമുക്കിവിടെ നന്നായിട്ട് തന്നെ ഒന്ന് ഉരുക്കി കിട്ടിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാം. ഈ സമയമാകുമ്പോഴത്തേനും നമ്മുടെ പഴവും ഇവിടെ നല്ല സോഫ്റ്റായിട്ട് വെന്തിട്ട് ഇതിലെ വെള്ളമെല്ലാം ഒന്ന് വറ്റി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഉരുക്കി മാറ്റി വെച്ച ശർക്കരപ്പാനി അരിച്ചിട്ട് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഉരുക്കിയെടുത്ത ശർക്കരപ്പാനി മുഴുവനായിട്ടും ഞാൻ ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ശർക്കരപ്പാനി ഈ പഴത്തിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വറ്റി കുറുകി വരണം. നമ്മൾ ഇതിലേക്ക് പഴം എടുക്കുന്ന സമയത്ത് ഒരുപാട് അങ്ങ് പഴുത്തു പോയ പഴം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ റെഡിയാക്കി എടുക്കുന്ന സമയത്ത് പഴം ഉടഞ്ഞു പോകും. അതുകൊണ്ട് ഒരു മീഡിയം പഴുപ്പായ പഴം വേണം നമ്മൾ ഇതിലേക്ക് എടുക്കാൻ വേണ്ടി. ഇടയ്ക്ക് നമ്മൾ ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. അങ്ങനെ ഇപ്പോൾ ഇതാ നമ്മൾ ശർക്കരപ്പാനിയെല്ലാം ഈ പഴത്തിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വറ്റി കുറുകി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതിന് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത്, ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് കട്ടിയുള്ള തേങ്ങാപ്പാലും കൂടെ ഇതുപോലെ അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ തേങ്ങാപ്പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതിനി നമുക്ക് വീണ്ടും നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, നമുക്ക് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി. ഇതാ ഈ ഒരു പാകത്തിന് നമുക്ക് വറ്റിച്ചെടുത്താൽ മതി. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാം. ഇനി ഫ്ലെയിം ഓഫാക്കി കൊടുത്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. കൂടെ 1/4 ടീസ്പൂൺ ചുക്കുപൊടി, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം വറുത്ത് പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തന്നെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാവുന്നതാണ്. ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇത് നല്ല ടേസ്റ്റി ആയതും അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ പഴനുറുക്ക് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഓണം സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റാണ് പഴനുറുക്ക്. ഇതിൻ്റെ കൂടെ പപ്പടമൊക്കെ കൂട്ടിയിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കാനും, വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഇൻഷാ അല്ലാഹ് അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.